ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ടവാ ജങ്കുക്ക് ആ ഫോട്ടോ ഡീറ്റെയിൽസ് നോക്കി ജങ്ക് ചിരിക്കായിരുന്നു. ജങ്ക് സ്മാക്ക് ചെയ്തായിരുന്നു. ഹീറോയുടെ രണ്ട് ഫ്രണ്ട്സിനെ പിടിച്ച് വെച്ചിട്ട് ജങ്കുക്കെ പിടിച്ച് അങ്ങനെയായിട്ട് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഗേൾസ് അവർ സംസാരിച്ചിട്ട് പോകുന്നത് ജങ്കുക്കിൻ്റെ രണ്ട് സെക്രട്ടറിക്ക് അവർക്ക് ഈസി ആയിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ കുറച്ച് കാര്യം പറഞ്ഞിട്ട് അവർ എന്നോട് സംസാരിക്കാൻ പോകുന്നത് ഇത് ഫോളോ ചെയ്ത് ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയായിരുന്നു. അതുമാത്രമല്ല അവർ അറിഞ്ഞ സെക്യൂരിറ്റി പറഞ്ഞ അത് മലയാളിയായിരുന്നു. അവർക്ക് എല്ലാ ലാംഗ്വേജ് പറഞ്ഞാൽ എല്ലാ ലാംഗ്വേജും അറിയും. അതുകൊണ്ട് ഹീറോയി സംസാരിക്കുന്ന ലാംഗ്വേജ് അവർക്ക് മനസ്സിലായിരുന്നു. ശരി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അവർ പോയായിരുന്നു. അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് അവർ വീട്ടിലേക്ക് പോയപ്പോൾ ഞങ്ങൾക്കൂടെ ഫുൾ ഡീറ്റെയിൽസ് അവർ ഫോളോ ചെയ്തിട്ട് മൊത്തം അവരുടെ എല്ലാം കേട്ട് നോക്കുമ്പോൾ അതുമാത്രമല്ല ഹീറോയി ഏത് കോളേജ് പഠിക്കുന്നത് എല്ലാം പറയായിരുന്നു. അതുമാത്രമല്ല ഹീറോയിന് ഫുൾ ഡീറ്റെയിൽസ് അവർ ഫോളോ ചെയ്തായിരുന്നു. അത് ഫുൾ അറിയാമായിരുന്നു. അതായത് സംസാരിച്ച് പോകുമ്പോൾ അങ്ങനെയായിട്ട് പറഞ്ഞു പോയിരുന്നു. അതെ എന്ന് പറഞ്ഞ് അവർ പറയായിരുന്നു. അത് മാത്രമല്ല ഹീറോയിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അവനൊരു ഇത് ലിസ്റ്റ് ഇത് പറഞ്ഞാൽ ഇത് ഡാൻസ് പ്ലേസാണ്. ഇത് കുക്കിംഗ് ക്ലാസ് പഠിക്കുന്നവർക്ക് ഇത് ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. അത് വരുന്നതെന്ന് പറയുന്നത് ഹീറോയുടെ ഫ്രണ്ട് കൊടുത്തായിരുന്നു. ഫ്രണ്ട് നമ്പിട്ട് കുക്കിംഗ് ക്ലാസ്സാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തരാം എന്ന് പറഞ്ഞ് ഹീറോയുടെ പേര് മൊത്തം എഴുതി ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തായിരുന്നു. അങ്ങനെ ശരി ഓക്കെ നിങ്ങളെ പേര് എഴുതിക്കോ. അവർ പറയുന്നു മച്ചി ഞങ്ങൾ കുക്കിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നമുക്ക് മണിയും കിട്ടും എന്ന് രണ്ടുപേരും ഹാപ്പിയായിരുന്നു. അതൊരു ഒരു ഒരു ഇത് കുക്കിംഗ് ക്ലാസ് പഠിക്കുന്ന നമ്മൾ പഠിച്ചിട്ട് ഫേമസായ കുക്കിംഗ് ക്ലാസ് പഠിച്ചാൽ നമുക്ക് ഇത് ഫാൻസ് കിട്ടും എന്ന് പറഞ്ഞ് രണ്ടുപേരും വരുമ്പോൾ അവർ ഇങ്ങനെ ആയിട്ട് പറഞ്ഞ രണ്ടുപേർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെയായിട്ട് പിന്നെ ഒരാൾ പറയുന്നത് എന്തടി നീ പറഞ്ഞേക്കടി എന്ന് പറഞ്ഞ് അതിലൊരു പെണ്ണുണ്ടായിരുന്നു. അതായത് ഹീറോയ്ക്ക് പറഞ്ഞു ടോട്ടൽ 3 ഫ്രണ്ട്സ്. അതിലൊരാളുണ്ടായിരുന്നു. അവളുടെ പേരാണ് ജൂലി. ജൂലി എന്തടി പറയണ എടി ഞാൻ പോവാ എന്ന് പറഞ്ഞ് ജൂലി പറഞ്ഞ അവൾ വേറെ ക്ലാസ്സാണ് പഠിക്കുന്നത്. ജൂലി പറഞ്ഞ സീനിയറാണ്. ജൂലി ഞാൻ പോവാ എന്ന് പറഞ്ഞ് അവൾ പോയായിരുന്നു. ഇവർ 2 പേര് 3 പേര് പറയായിരുന്നു എന്തോ ഒരു കഷ്ടമല്ലടി അങ്ങനെ പറഞ്ഞ് അവർ സംസാരിച്ച് അവർ പോയായിരുന്നു. ഇത് ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ഹീറോയ്ക്ക് ഫുൾ ഡീറ്റെയിൽസ് കൊടുത്താൽ അവർ ജങ്കുക്ക് പറഞ്ഞത് ഇവൾ എൻ്റെതാ എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് കോളേജ് പോയി. ജങ്കുക്ക് ഫാമിലി കോൾ ചെയ്ത് പഠിപ്പിച്ചായിരുന്നു. ജങ്കുക്ക് ഒരു ഫാമിലിയോടെ ജങ്കുക്ക് ഓൾറെഡി വിളിച്ചത് കൊണ്ട് ജങ്കുക്ക് വന്നായിരുന്നു. അവർ ഓൾറെഡി വന്നുകൊണ്ടായിരുന്നു. ജങ്കുക്ക് ഇത് പറഞ്ഞ ട്രിപ്പ് എന്ന് പറഞ്ഞ് ഹീറോയിനെ കണ്ടപ്പോൾ ജങ്കുക്ക് ഒരു പിടിച്ചായിരുന്നു. ശരി ഓക്കെ ഇവർ ട്രിപ്പ് എന്ന് വരട്ടാ എന്ന് പറഞ്ഞ് ജങ്കുക്ക് പ്ലാൻ ചെയ്തായിരുന്നു. ജങ്കുക്ക് മമ്മി ഡാഡി അതിൽ ഫ്ലൈറ്റിൽ വന്നായിരുന്നു. ഫ്ലൈറ്റിൽ ഇറങ്ങി എന്നിട്ട് മമ്മി ഡാഡിക്ക് അവിടെ വീട്ടിൽ താമസിക്കാൻ പറയുമായിരുന്നു. ഒരു വീട് മേങ്ങാൻ അങ്ങനെ അവിടെ താമസിക്കാമായിരുന്നു. അങ്ങനെ ഹീറോയുടെ വീട്ടിലൊക്കെ വന്നായിരുന്നു. ഹീറോയുടെ വീട് തോർത്തായിരുന്നു. പിന്നെ മാസ്ക് ഇട്ടി ജങ്കുക്ക് വന്നായിരുന്നു. ബാക്കി ഒരു മാസ്ക് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മാസ്ക് പറയായിരുന്നു. നിങ്ങൾ ഞാൻ കുറച്ച് സംസാരിക്കാനെന്ന് പറഞ്ഞിട്ട് അകത്ത് വന്നതായിരുന്നു. ഹീറോയിൻ മമ്മി പറയായിരുന്നു എന്താ ഇവിടെ സൗണ്ട് കേൾക്കുന്നത് എന്ന് പറഞ്ഞ് വെളിയിൽ വന്ന് ജങ്കുക്കിന് മമ്മി നോക്കി ഷാക്കായിരുന്നു. അതെ ജങ്കുക്ക് മമ്മി പറഞ്ഞ ഒരു ഇന്ത്യനാണ്. ഇവളാ എന്ന് പറഞ്ഞ് ജങ്കുക്കിന് മമ്മി ഇന്ത്യ നോക്കി ഷാക്കായിരുന്നു. ജങ്കുക്ക് മമ്മി യഥാർത്ഥം നോക്കും ഇവളാ എന്ന് പറഞ്ഞ് രണ്ടുപേർ ഷോക്കായിരുന്നു. രണ്ടുപേര് കിളി പോയ വരയ്ക്കായിരുന്നു. ഇവള എന്ന് പറഞ്ഞ് റിയാഴ്ച ചേഞ്ച് ആയിരുന്നു. അപ്പോൾ ജങ്കുക്ക് മമ്മി പറയായിരുന്നു എനിക്ക് കുറച്ച് സംസാരിക്കണം പറയുന്നത് ഓർക്കെല്ലാം അറിയും. അത് മാത്രമല്ല ജങ്കുക്ക് ലാംഗ്വേജ് വന്നിട്ട് അറിയും. ചങ്ക മമ്മി മലയാളിയാണ്. ചങ്ക മമ്മി പറഞ്ഞു ഇവ ഓടി പോയിട്ട് ഹാക്ക് ചെയ്ത് രണ്ടുപേരും കരയാൻ തുടങ്ങിയത് വാച്ചിയത്തെ എന്താ വാച്ചിയെന്ന് പറയുന്നത് എടി നീ എവിടേക്കാടി പോയത് എന്ന് പറയുന്നു. അത് സീനിയർ നിങ്ങൾ പറഞ്ഞ എന്ന് പറയുന്നു. അതെ സീനിയർ നിങ്ങൾ ഫോറിൻ ഇത് പറഞ്ഞ് പഠിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങ് പോയിരുന്നു. നിങ്ങൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കല്യാണം ആയിരുന്നു പറഞ്ഞായിരുന്നു. അതെ എന്താ ചെയ്ത് കാര്യമുണ്ട് ഇപ്പോഴാണ് നിന്നെ സീനിയർ വന്നത് ഇപ്പോൾ കാര്യം പറയായിരുന്നു. ഓ ജങ്കുക്ക് നിങ്ങൾ മകളെ ഇഷ്ടപ്പെട്ട അത് മാരേജ് കാര്യം പറയായിരുന്നു. ജങ്കുക്കിന് അറിയാമായിരുന്നു. ജങ്കുക്ക് ആരുടേതാണ് ഹീറോയിൻ മമ്മിക്ക് അറിയാമായിരുന്നു. അങ്ങനെ മമ്മി ഡാഡി പറയുന്നു ശരി ഞങ്ങൾ സംസാരിച്ച് വരാം. ഹീറോയിൻ്റെ മമ്മി കുറിച്ചിട്ട് ഹീറോയിൻ ഡാഡി വലിച്ചോട്ട് പോയി ഇങ്ങോട്ട് വാ എന്ന് പറയുന്നു. എന്താ പറഞ്ഞാൽ ഇവരെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയും. ഇവരെൻ്റെ സീനിയർ അത് മാത്രമല്ല എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ജങ്കുക്ക് ഇവൾക്ക് മാരേജ് അതെങ്ങനെ സെറ്റാവും എന്ന് പറഞ്ഞ് അവർ വന്നിട്ട് എൻ്റെ ഫ്രണ്ട് എൻ്റെ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാളില്ലേ അവരുടെ മകനിക്ക് ഞാൻ മാരേജ് അയച്ച് കൊടുക്കുന്നത് സ്കൂൾ ക്ലാസ്മേറ്റാണ്. എന്താ പറഞ്ഞാൽ അവരുടെ മകളെ അയച്ചിട്ട് കൊടുക്കുന്നതിനാട്ടി അവർ ഭയങ്കര ടോർച്ചർ ചെയ്യും. അവരെ കൂടെ മകളെ അയച്ചിട്ട് കുട്ടികളുണ്ട് അവനും ഭയങ്കര ടോർച്ചർ ചെയ്യുക. എനിക്കറിയും എൻ്റെ മകളെ ടോർച്ചർ ചെയ്യുന്ന കാര്യം എനിക്കറിയും. ഇവർക്ക് വേഗം മാരേജ് അയക്കുക എന്ന് പറയുന്നത് ഹീറോയുടെ മമ്മി പറയുന്നൊക്കെ ഡാഡി ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഞങ്ങൾക്ക് എൻ്റെ മമ്മിയോട് പറയുന്നത് ഞങ്ങൾക്ക് ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ശരി ഓക്കെ എന്ന് പറയുന്നു. അവനിപ്പോൾ ഹീറോയിൻ്റെ മമ്മി പറയുന്നു അവൻ എവിടെ ഉണ്ട് എന്ന് പറയുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ പേരാണ് എവിടെ ഉണ്ട്
ആ, അവളാ അവള് സാജി അവളെ മകനെടുത്തോണ്ട് പോയിട്ടുണ്ട്. അവരിപ്പോൾ പറഞ്ഞ എവിടെയൊക്കെ പോയിട്ടുണ്ട് പറയുന്നത്. സാജിയാണ് ആൻറ്റീൻ്റെ പേര്. ആ, സാജിയാ. സാജി മകനെടുത്തോണ്ട് അവൻ എവിടേക്ക് പോയിരുന്നു, കർണാടക പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. അവർ വരുന്നു ഇന്ന് 10 നാളുണ്ട്. 10 നാൾ കഴിഞ്ഞിട്ട് വരുമെന്നുണ്ട് പറയുന്നത്. അത് മുമ്പ് മാരേജ് കഴിക്കണം എന്നായിട്ട്. ഇന്ന് പോയത്രയാണ്. എപ്പോഴാണ് പോയത്, ഇന്ന് പോയത്രയാണെന്ന് പറയായിരുന്നു. ശരി, ഓക്കെ. ഇങ്ങനെ പറഞ്ഞ് എല്ലാം പ്ലാൻ ചെയ്തായിരുന്നു. ഇപ്പം നൈറ്റ് പോയത്ര അവർ. ശരി, ഓക്കെ. എല്ലാം പറഞ്ഞ് എല്ലാം ഷോപ്പിംഗ് ചെയ്ത് വേഗം ഷോപ്പിംഗ് ചെയ്ത് ഇതൊക്കെ ഡ്രസ്സ് ആരും ഇഷ്ടപ്പെട്ട റെഡ് കളർ. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ജ്വൽസ് എല്ലാം ഓൾഡ് മേങ്ങിയിരുന്നു. അങ്ങനെ ഒരു മാരേജൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു. ഞങ്ങൾക്ക് കോൾ ചെയ്തിട്ട് ഓൾറെഡി റെഡിപ്പാ എന്ന് പറയായിരുന്നു. അങ്ങനെ റെഡി ചെയ്ത് എല്ലാം റെഡിയായി. ഹീറോയ്ക്കും ജങ്കുക്കും മാരേജ് ആയിരുന്നു. അങ്ങനെയായിട്ട് മാരേജ് നടന്നായിരുന്നു. അപ്പോൾ പിന്നെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. ശരി, ഓക്കെ. ഇനി കൊറിയയിൽ മാരേജ് കഴിക്കാമെന്ന് പറഞ്ഞ് അതിൽ പാസ്ബുക്ക് എല്ലാം റെഡിയായിരുന്നു. ഹീറോയിൻ പറയുന്നത് ഞാൻ കൊറിയക്ക് പോകണം. ഹീറോയിൻ പറയുന്നു പാറനക്ക് മോളെ ഇപ്പോൾ കോളേജ് ഇപ്പോൾ ലീവാണ്, അതുകൊണ്ട് ലീവാ. അതേ മോളെ ഇപ്പോൾ നിങ്ങൾക്ക് പഠിച്ചത് കഴിഞ്ഞത്രയാണല്ലോ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അവിടെ ജോയിൻ ചെയ്തു കൊറിയയിൽ. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറയുന്നു ഞങ്ങളിവിടെ ബാക്കിയോ എന്ന് പറയുന്നത്. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നു എടീ നിങ്ങളിവിടെ പഠിച്ചോ അത്. ഹീറോയിൻ്റെ ഫ്രണ്ട് സാഡായിരുന്നു. എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സിന് വീട് ചെയ്യായിരുന്നു. സോ കിടിയിരിക്കും ഇവിടെ പഠിച്ചോ എന്ന് പറഞ്ഞാൽ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ ഹീറോ കൊറിയക്ക് പോയ കുറേ ഫ്ലൈറ്റിൽ കയറി. അങ്ങനെ പറന്ന് കുറേ നേരം കഴിഞ്ഞ് കൊറിയക്ക് എത്തി. ഹീറോയിൻ അവിടെ ജോയിൻ ചെയ്തായിരുന്നു. ഹീറോയ്ക്ക് അവിടെ ഫ്രണ്ട് മിയ എന്ന് കിട്ടിയായിരുന്നു. അങ്ങനെ മിയക്കൂടെ ഫ്രണ്ടായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകുകയാണെങ്കിൽ ഹീറോയിൻ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞായിരുന്നു. അങ്ങനെ അവൻ പോയിട്ട് വന്ന് അവനക്ക് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അവനക്കൊരു വേറെടുത്ത് അവൻ ജോലി ചെയ്യണം. നമുക്ക് അർജൻറ്റ് കോൾ വന്നു. അതുകൊണ്ട് മമ്മി ഞാനിപ്പോൾ വരുന്നില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്ന് പറയുന്നു. അങ്ങനെ അവന് പോയായിരുന്നു. അവിടെ പോയിട്ട് ജോലി ഭയങ്കര ബിസി ആയിരുന്നു. അതെ, നൗഫൽ പേര് ആൻറ്റീൻ്റെ സാജിന ആൻറ്റീൻ്റെ മകൻ അവിടെ പോയിരുന്നു. ഇപ്പോൾ വന്നായിരുന്നു ഇപ്പോൾ ഹീറോ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് കേൾക്കുമ്പോൾ പെണ്ണില്ല, അവൾക്ക് മാരേജ് ആയി പോയി എന്ന് പറഞ്ഞാൽ അവൾക്ക് ടെൻഷനായിരുന്നു. ശരി, ഓക്കെ അവൾ എന്താ ഇവിടേക്ക് വരും, അപ്പോൾ അവർ രണ്ടുപേരും പിരിക്കുക എന്നിട്ട് അവന് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ടിട്ട് ടേസ്റ്റ് നന്നായി പോവായിരുന്നു.